ശ്രീമന്നാരായണീയം ദശകം 4 അഷ്ടാംഗയോഗവും തത്സിദ്ധിപ്രകാരവും. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 9. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വത്സമാധി വിജയേതു യഃ പുനർമക്ഷുമോക്ഷരസികക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈർ ഉന്നയത്യജ സുഷുമ്നയാശനൈ. ഹേ അജ, അല്ലയോ നിത്യസ്വരൂപ, യത്തു യാതൊരുവനാണോ, ത്വത്സമാധി വിജയേ അങ്ങയിലുള്ള നിർവികൽപ്പ സമാധിയെ നേടിക്കഴിയുമ്പോൾ, മങ്ക്ഷു ഉടനെ, ക്രമേണ വാ അഥവാ ക്രമത്തിൽ, മോക്ഷരസിക മോക്ഷം നേടാൻ തൽപരനായി തീരുന്നത്, സ അവൻ, യോഗവശ്യം അനിലം പ്രാണായാമാദികളാൽ കീഴടക്കിയ പ്രാണവായുവിനെ, ഷഡാശ്രയൈ സുഷുമ്നാനാഡിയിലുള്ള 6 സ്ഥാനങ്ങളിലൂടെ, സുഷുമ്നയാ ശനൈ സുഷുമ്നാനാഡിദ്വാര സുഷുമ്നാനാഡി മുഖേന മെല്ലെ മേലോട്ട് ഉയർത്തുന്നു. സുഷുമ്നാനാഡിയിലുള്ള 6 സ്ഥാനങ്ങളിലൂടെ പ്രാണവായുവിനെ മെല്ലെ മെല്ലെ മേലോട്ട് ഉയർത്തുന്നു. ഉന്നയതി ഉയർത്തുന്നു, ശനൈ മെല്ലെ. സുഷുമ്നാനാഡിയിലുള്ള ആ 6 സ്ഥാനങ്ങൾ, ഇവിടെ 6 ചക്രങ്ങളാണ് സുഷുമ്നാനാഡിയിലുള്ളത്. അത് മൂലാധാരം, സ്വാധിഷ്ഠാനം അതായത് നാഭി, മണിപൂരകം, ഹൃദയം, അനാഹതം, ഉരസ്, വിശുദ്ധി, താലുമൂലം, ഭ്രൂമധ്യം, ആജ്ഞ എന്നിവയാണ് അവ. ഇവിടെ നിത്യസ്വരൂപനായിട്ടുള്ള ഭഗവാനെ, സത്യവും നിത്യവുമായിട്ടുള്ള ഭഗവാനെ, ആരാണോ തത്സമാധി വിജയ അങ്ങയിലുള്ള ആ നിർവികൽപ്പ സമാധിയെ നേടിക്കഴിയുമ്പോൾ, ഇപ്പോൾ പറഞ്ഞ എല്ലാ യോഗാംഗങ്ങളിൽ കൂടി കടന്ന് ഇവിടെ സമാധിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ, ഉടനെ അല്ലെങ്കിൽ സാവധാനം പതുക്കെ പതുക്കെ ക്രമമായിട്ട് മോക്ഷം നേടാൻ തൽപരനായിത്തീരുന്നത്, മോക്ഷം പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നത്, അങ്ങനെയുള്ള ആ ആള് പ്രാണായാമാദികളാൽ കീഴടക്കിയ ആ പ്രാണവായുവിനെ സുഷുമ്നാനാഡിയിലെ 6 സ്ഥാനങ്ങളിലൂടെ മെല്ലെ മേലോട്ട് ഉയർത്തുന്നു. ഭഗവാനില് നിർവികൽപ്പ സമാധി നേടിയാൽ പിന്നീട് വേഗത്തിലോ സാവധാനത്തിലോ മോക്ഷം കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ളവനായിട്ട് തീരും. അങ്ങനെയുള്ളവൻ ഈ യോഗ സാധന കൊണ്ട് പ്രാണവായുവിനെ കീഴടക്കി അതിനെ ഈ സുഷുമ്നാനാഡിയുടെ 6 സ്ഥാനങ്ങളിലൂടെ മെല്ലെ മേലോട്ട് ഉയർത്തുന്നു. ഇത്രയുമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.